നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ബൈബിൾ വോയിസ് മിനിസ്ട്രിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ തിരുവചനം മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 31-32 വാക്യങ്ങൾ. യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണല്ലേ. കർത്താവ് തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പറഞ്ഞയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അല്പം നേരത്തെ അവരെ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അവരെ പറഞ്ഞയക്കുവാൻ ഇടയായിത്തീർന്നത്. അവർ പോയ വഴിയിൽ ഉണ്ടായ ഒരു സംഭവം, ആ സംഭവം എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടില്ലേ, എപ്പോഴും കാറ്റ് അടിക്കുമ്പോൾ ഈ സമുദ്രം അത് തിരമാലകളും ഓളങ്ങളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് സുപരിചിതമായ ഒരു കടൽ ആയിരുന്നു, ഒരു തടാകമായിരുന്നു. പക്ഷേ അന്ന് രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രശ്നകരമായ അന്തരീക്ഷം അവർ നേരിടേണ്ടതായിട്ട് വന്നു. കാര്യം, അവരുടെ അരുമനാഥനായ ഗുരുവായ കർത്താവായ യേശു ക്രിസ്തുവാണ് അവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ പോയ വഴിയിൽ അവർക്കൊരു പ്രശ്നം നേരിടുവാനായിട്ട് ഇടയായിത്തീർന്നു. അവര് പലതിനെയും അവിശ്വസിക്കുവാനിടയായിത്തീർന്നു. പക്ഷേ അവര് മുങ്ങിത്താഴുന്നതായ ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ കർത്താവ് സ്നേഹിച്ച കർത്താവിന്റെ ശിഷ്യന്മാർക്ക് മുങ്ങിത്താണു പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് ശരിയായ കാര്യമാണ്. പക്ഷേ അവര് ഭയപ്പെട്ടപ്പോൾ അവര് വളരെ ഭീതിയുണ്ട്, വളരെ വിഷമിച്ചു. ആ സമയത്ത് കർത്താവ് അവരുടെ അടുക്കൽ, യേശു കർത്താവ് അവരുടെ അടുക്കൽ വരുവാനിടയായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. നോക്കുക, കടലിന്റെ ആഴങ്ങളിലേക്ക് അവർ പോകുമോ എന്ന് ഭയപ്പെട്ട ആ നിമിഷത്തിൽ കൈവിടില്ലെന്ന് പറഞ്ഞ കർത്താവ് കൂടെ ചെന്നു. കൂടെ ചെല്ലുകയും അവരുടെ പടകിൽ കയറുകയും ചെയ്തു. പക്ഷേ പടകിൽ കയറിയപ്പോൾ സംഭവിച്ചത്, കർത്താവിനോട് പറഞ്ഞതായ വാക്കുകള്, അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? നമ്മുടെ സംശയമാണ് നമ്മുടെ ആഴങ്ങളിലേക്ക്, വിഷമസന്ധികളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ സംശയമാണ്. നമ്മുടെ കർത്താവിനെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. അവൻ നമ്മുടെ കൂടെയുണ്ട്, അവൻ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ഭീകരമായ അന്തരീക്ഷമാണെങ്കിൽ കൂടെയും, ഏത് സാഹചര്യമാണെങ്കിലും അടുത്ത് വന്ന് നമ്മളെ സഹായിക്കുവാൻ കഴിയുന്ന നല്ല അരുമനാഥൻ നമുക്കുണ്ടെന്നുള്ള കാര്യം ഇന്ന് ഓർക്കുവാനായിട്ട് ഇടയാകുന്നെങ്കിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. യേശു കർത്താവ് അവരുടെ പടയിൽ കയറിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ കടൽ ശാന്തമായി, വലിയ ഓളങ്ങൾ ഉണ്ടായിരുന്ന, വലിയ തിരമാലകൾ ഉണ്ടായിരുന്ന ആ പ്രത്യേകമായ സാഹചര്യത്തെ കർത്താവ് പടകിൽ വന്നപ്പോൾ ശാന്തമാക്കി തീർക്കുവാനിടയായി. ഞാനൊരു കാര്യം ഇന്ന് പകൽക്കാലം നിങ്ങളോട് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ടവരോട്. അതെ, നമ്മുടെ കർത്താവ് എവിടെയാണ്? നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണോ? അതെ, നമ്മുടെ പടയിലേക്ക് കയറുവാൻ കർത്താവിന് സന്തോഷമുണ്ട്. ആ പടയിലേക്ക് യേശു കർത്താവ് കയറട്ടെ. തീർച്ചയായും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ ഓളങ്ങൾക്കും, തിരമാലകൾക്കും നിങ്ങളെ താഴ്ത്തിക്കൊണ്ട് പോകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങളെ താഴ്ത്തിക്കളയുവാൻ കഴിയത്തില്ല. യേശു പടകിലുണ്ട്, എല്ലാം ശാന്തമാകും. അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. നമ്മുടെ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മുടെ പടക്, നമ്മളാകുന്ന ജീവിതം തകരത്തില്ല. അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽ സന്തോഷത്തോടെ എനിക്ക് ഓർപ്പിക്കുന്നതിൽ സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ ഈ വചനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.